ഈ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ച് അതിനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിയുമായി എത്തിച്ചത് ഇയാളുടെ ഒറ്റ ഒരുത്തൻ്റെ പ്രവൃത്തിയാണ്. പാർലമെന്ററി പാർട്ടി പുറത്താക്കിയ ഒരാൾ കുറേ നാൾ മാറി നിന്നിരുന്നെങ്കിൽ, മുകേഷ് ചെയ്ത പോലെ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാമായിരുന്നു. പുറത്താക്കാൻ വൈകിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ പാർട്ടി അല്ലല്ലോ ചെയ്തത്, പിന്നല്ല അയാൾ സ്വയം വരുത്തി വെച്ച വിനയാണല്ലോ. അയാൾ ആരോട് ചോദിച്ചുകൊണ്ട് അസംബ്ലി പോയത്? പാർലമെന്ററി പാർട്ടി പുറത്താക്കിയ ഒരാൾ കുറേ നാൾ മാറി നിന്നിരുന്നെങ്കിൽ, വിൻസെൻ്റ് ചെയ്ത പോലെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി ചെയ്ത പോലെ ചെയ്തിരുന്നെങ്കിൽ, മുകേഷ് ചെയ്ത പോലെ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാമായിരുന്നു. അതാ ഞാൻ പറഞ്ഞ വടി കൊടുത്ത് അടി വാങ്ങിച്ചതല്ലേ. ഈ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ച് അതിനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിയുമായി എത്തിച്ചത് ഇയാളുടെ ഒറ്റ ഒരുത്തൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ കേസൊന്നും അവർ മുഖ്യമന്ത്രി എടുത്ത് കൊടുക്കില്ല. വെല്ലുവിളിച്ചല്ലേ മുഖ്യമന്ത്രി എടുത്തെത്തിയത്. അതുകൊണ്ട് ഈ സസ്പെൻഷൻ നടപടിക്ക് ശേഷം അയാളെ പാർലമെന്ററി പാർട്ടി നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അയാൾ ചെയ്തതെല്ലാം അയാളും അനുചരന്മാരും കൂടി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലൊന്നും പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല, ഒരു ബന്ധവുമില്ല. ഇതൊരു സംഘടനയല്ലേ. സംഘടന ഇപ്പോൾ നിങ്ങൾ മാർക്സിസ്റ്റുകാർ മുഖ്യമന്ത്രി പറയത്തില്ലേ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയത്തില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഓരോ സംഘടനയ്ക്കും ഓരോ ഫ്രെയിമില്ലേ. ആ ഫ്രെയിം വർക്കിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. എടുപിടി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതൊരു പാർട്ടിയാണ്, പ്രത്യേകിച്ച് ജനാധിപത്യ പാർട്ടിയാണ്, ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ഒരുപാട് നേതാക്കന്മാർക്ക് വ്യത്യസ്തമായ വിഭിന്നമായ അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായ സ്വരൂപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഭിപ്രായം ക്രോഡീകരിക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ ആവശ്യമാണ്. ആ സമയം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ലാതായിരിക്കുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കൊടുത്തതും MLA ആക്കിയതും. അപ്പോൾ സ്വാഭാവികമായും ധാർമ്മികമായി ഇനി MLA സ്ഥാനത്ത് തുടരുന്നതിൽ ഒരു പ്രശ്നമില്ല. രാജി ആവശ്യപ്പെടുമോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ താങ്കൾ എന്താ ചോദിച്ചത്? ധാർമ്മികതയോ? ധാർമ്മികത ഉണ്ടെങ്കിൽ ഈ പണിക്ക് പോകത്തില്ലല്ലോ. ഞാൻ ചോദിച്ച ഇയാൾക്ക് ധാർമ്മികത ഉണ്ടെങ്കിൽ ഈ പണിക്ക് പോകത്തില്ലല്ലോ. അപ്പോൾ ധാർമ്മികത എന്നൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ പണിക്ക് പോയത്. അത് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയും അയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് UDF കൺവീനർ VM സുധീരൻ അടക്കം പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് MLA സ്ഥാനം രാജിവെക്കണമെന്ന്. ഇനി അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് വി ആർ ലീസ് ബോതേഡ് അബൌട്ട് ദാറ്റ്. അതെ, ചോദ്യചിഹ്നം എന്ന് വെച്ചാൽ അത് ജനങ്ങളല്ലേ. അയാൾക്ക് കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് കൊടുത്തത് ശരിയാണ്, UDF പ്രവർത്തിച്ചത് ശരിയാണ്, അയാളെ വിജയിപ്പിച്ചത് ശരിയാണ്, ഇപ്പോൾ അയാൾ MLA ആണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനം. ധാർമ്മികത ഉണ്ടെങ്കിൽ, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നെങ്കിൽ അയാൾ രാജിവെക്കണം. അയാളെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് രാജിവെപ്പിക്കാനൊന്നും ഈ പാർട്ടിയില്ല. കാര്യം പാർട്ടി ഇല്ലാത്ത ഒരുത്തനെ എങ്ങനെ ബലം പ്രയോഗിച്ച് രാജിവെപ്പിക്കുന്നത്? അതുകൊണ്ട് അയാളുടെ രാജിയെക്കുറിച്ച് നമ്മളാരും പറയുന്നില്ല. അയാൾക്ക് സൗകര്യമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ KPC പ്രസിഡന്റ് പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്ക്. അദ്ദേഹം രാജിവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. രാജിവെക്കേണ്ട മാത്രമല്ല, അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു നിലനിൽപ്പിന് ആവശ്യമാണ്. പിടിച്ചു നിൽക്കാൻ പറ്റി. ഈ താങ്കളെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ വെട്ടുകളെ കൊണ്ട് ആക്രമിക്കുന്നു. താങ്കൾ തന്നെ പറയുന്നു അങ്ങനെ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു, വലിയൊരു സൈബർ ആക്രമണം നടത്തുന്നു. അത്തരത്തിൽ വലിയൊരു അപ്രമാദിത്യം ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെയൊക്കെ മുകളിൽ ഒരു സ്വാധീനമുള്ളൊരു വ്യക്തിയായിട്ട് ആൾ വളർന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ആധിപത്യമാണ്. സോഷ്യൽ മീഡിയയുടെ ആധിപത്യം എന്നാണ്. ഇവരൊക്കെ ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്ത തകരകളാണ്. ഇവർക്കെന്ത് പാരമ്പര്യമുള്ള എത്ര കൊല്ലമായി? ഞാൻ 68 തുടങ്ങിയത്, KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി തുടങ്ങിയ ആൾ. ഞാനിപ്പോഴാണ് ഒരു MP ആയത്. എത്രാമത്തെ വയസ്സിലാണ്? 65ാമത്തെ വയസ്സിലെ MP ആയത്. ഇവർക്കൊക്കെ ഒരു സ്വർണ്ണ തളികയ്ക്കകത്തല്ലേ സ്ഥാനമാനങ്ങൾ കൊണ്ട് കൊടുത്തത്. അപ്പോൾ അർഹതയില്ലാത്ത ആളുകൾക്ക് അനർഹമായ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനങ്ങളെ പേടിയാണ്, സമൂഹത്തെ പേടിയാണ്, അതുപോലെ തന്നെ മാധ്യമങ്ങളെ പേടിയാണ്. കാരണം മാധ്യമ വിചാരണ നേരിടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ദുഃഖമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നമ്മളെ ആക്രമിക്കാൻ അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച ദുഃഖം, ഒരു സദാചാര ഗുണ്ടായുസത്തിൻ്റെ പേരിൽ ഒരു ദിവസം നമ്മൾ അനുഭവിച്ച ദുഃഖം. കോടതി ചെന്നപ്പോൾ തന്നെ കോടതി ജാമ്യം തന്നു. മനസ്സിലായില്ലേ? ഞാൻ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോയിട്ടില്ല. ആ FIR കോഷ് ചെയ്യാൻ ഞാൻ കൊടുത്തു, അപ്പോഴേ കോഷ് ചെയ്ത് കളഞ്ഞു.
എന്നിട്ടും ഇന്നും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു പെണ്ണിൻ്റെ പരാതിയില്ല, ആർക്കും ഗർഭം ഉണ്ടാക്കിയിട്ടില്ല, മനസ്സിലായില്ലയോ, ഗർഭം കലക്കിയിട്ടില്ല, എന്നിട്ടും എന്നെ ആക്രമിക്കുകയല്ലേ. നിങ്ങൾ കാണുന്നില്ലേ അത്? അപ്പോൾ ഇവൻ്റെയൊക്കെ ആക്രമണത്തെ ഭയന്ന് നമ്മൾ പിന്മാറിയിരുന്നെങ്കിൽ ഈ നടപടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യഥാസമയം ഞാൻ റിയാക്ട് ചെയ്തത്. ഈ വെട്ടുകിളിക്കൂട്ടം പ്രവർത്തിക്കുന്നത് ബ്രിഗേഡിയർമാർക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് അന്ന് പോസ്റ്റ് ഉണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ. അപ്പോൾ ഇനിയും നിലക്ക് നിർത്തേണ്ട നടപടി എടുക്കേണ്ട ബ്രിഗേഡിയർമാർ കോൺഗ്രസിനകത്ത് ഉണ്ടോ? ബ്രിഗേഡിയർമാർ ഇനിയും ഉണ്ടോ അത്തരം നടപടിയെടുക്കേണ്ട, പുറത്തു പോകേണ്ട? ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ കാര്യങ്ങൾ പറ പന തെറ പന എന്ന് പറഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് നിങ്ങളും ഒരു LKG നിലവാരത്തിലേക്ക് താഴരുത് എന്നെൻ്റെ അഭ്യർത്ഥന. ഓക്കെ, ശരി.